നമ്മുടെ കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനം 2016 നിയമ ഭേദഗതിയിലൂടെ കിഫ്ബിയെ പുനർജീവിപ്പിച്ചപ്പോഴാണ്. കിഫ്ബി നമ്മുടെ നാടിനാവശ്യമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണല്ലോ. നമ്മുടെ കിഫ്ബി മുഖേന 2016 സർക്കാർ പറഞ്ഞിരുന്നത് 21 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കുമെന്നായിരുന്നു. 21 50 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് നാം ഏറ്റെടുത്തത്. ഇപ്പോൾ അത് 90,000 കോടി രൂപയാണ്. ആ കിഫ്ബിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനം, നിങ്ങളെടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്ക് കൂട്ടും, സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ അത്രയും കുറവ് വരുത്തും. തിരിച്ചൊരു ചോദ്യം, നാഷണൽ ഹൈവേ അതോറിറ്റി അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് നേതൃത്വത്തിൽ അവരെല്ലാം കടമെടുക്കുന്നു, അവരുടേതായ പദ്ധതികൾ നടപ്പാക്കുന്നു. ആ കടം ഇന്ത്യ ഗവൺമെൻറ് കടമായി പരിഗണിക്കുന്നില്ല. അപ്പോൾ അവരെ മറുപടി, ഇന്ത്യ ഗവൺമെൻറ് മറുപടി, കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല, അതാണ് പ്രശ്നമെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ വലിയ തോതിൽ ഞെരുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2016 ശേഷം നമ്മുടെ സംസ്ഥാനത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നിനും കേരളത്തിന് തന്നെ നേരത്തെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരുപാട് പ്രതിസന്ധികൾ ഈ കാലയളവിൽ നാം അനുഭവിക്കേണ്ടി വന്നു. 2016 ശേഷമുള്ള വർഷങ്ങൾ, നിപ്പ, ഓക്കി, 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി. നമുക്കൊന്ന് ശ്വാസം കഴിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇത്രയെല്ലാം വന്നാൽ നമ്മുടേതുപോലൊരു നാടിന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? പ്രതിസന്ധികൾ, കഠിനമായ പ്രതിസന്ധികൾ. 2018 മഹാപ്രളയം നാടിനെ ആകെ തകർത്തെറിയുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ലോകരാഷ്ട്രങ്ങളടക്കം എങ്ങനെ കേരളം കരകയറുമെന്ന് ചിന്തിക്കുന്നു. ആ ഘട്ടത്തിൽ സഹായിക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. നമ്മുടെ ഭരണഘടന നൽകുന്നൊരു ഉറപ്പുണ്ട്, അത് പ്രതിസന്ധികൾ വരുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കണമെന്നുള്ളതാണ്. നമുക്ക് ലഭിച്ചോ സഹായം? ഈ ഓരോ ഘട്ടവും നാം മനസ്സിൽ കണ്ടാൽ മതി. മഹാപ്രളയം സഹായിച്ചോ? എന്തൊരു മനോഭാവമാണത്! നമ്മുടെ നാടിനോട് എന്താണ് ഈ രീതിയിലുള്ള ഒരു വിരോധപരമായ സമീപനം, ഒരു ശത്രുതാപരമായ സമീപനം? ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ നാട് വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടു, ഒരു വലിയ ദുരന്തം നേരിട്ടു. രാജ്യം സഹായിച്ചു.
രാജ്യത്തിന് പുറത്തുനിന്നുള്ള സഹായമെത്തി. ആ സഹായങ്ങളെല്ലാം സ്വീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് തലവനായിരുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധി വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്ക് സഹായം വാഗ്ദാനം ചെയ്ത ചില ലോകരാഷ്ട്രങ്ങൾ, അവരോട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങൾ ഒരു സഹായവും സ്വീകരിക്കില്ല. എന്താണ് അങ്ങനെയൊരു മനോഭാവം? ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷമുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF, ഈ ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി അവർ ശബ്ദമുയർത്തിയോ? അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെ ചാരി നിൽക്കുകയായിരുന്നു. BJPയും കോൺഗ്രസുമെല്ലാം ഒരേ മാനസികാവസ്ഥയിൽ അപ്പോൾ നിൽക്കുകയായിരുന്നു. അവർക്ക് കേരള താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ പറ്റിയില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ അവർക്കായില്ല. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ, നമുക്ക് പണം വേണമല്ലോ ആ ഘട്ടത്തിൽ. ആ പണം വേണ്ടത് എങ്ങനെ സമാഹരിക്കും? ഗവൺമെൻറ് വിവിധ വഴികളെടുത്തു. സർക്കാർ ജീവനക്കാരോടൊരു അഭ്യർത്ഥന നടത്തി, നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി നൽകണം. സംഭാവനയല്ല, വായ്പ, തിരിച്ചു കൊടുക്കുന്ന വായ്പ. ജീവനക്കാരത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. പൊതുവെ ജീവനക്കാർ സ്വാഗതം ചെയ്തു. എന്താ ഇവർ ചെയ്തത്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിനെ എതിർക്കുന്ന കാഴ്ച നാം കണ്ടു. കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവരെ നാം കണ്ടു. അതിനെതിരെ കോടതിയിൽ പോകുന്നത് നാം കണ്ടു. എന്താണ് അവരുടെ വികാരം? തകരട്ടെ, നശിക്കട്ടെ, ഈ നാശത്തിൽ നിന്ന് കരകയറരുത്. ആ വികാരമല്ലേ? അതല്ലേ BJP നേതൃത്വമുള്ള കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായത്? അതല്ലേ കോൺഗ്രസ് നേതൃത്വമുള്ള UDF ഇവിടെ കാണിച്ചത്? നമ്മളാ പ്രതിസന്ധികളിൽ തലക്ക് കയ്യും വെച്ച് കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. നമുക്ക് മുന്നോട്ട് പോകണമായിരുന്നു, അതിജീവിക്കണമായിരുന്നു. ആ ഘട്ടം കഴിഞ്ഞു. രാജ്യവും ലോകവും അത്ഭുതാതരങ്ങളോടെ ഈ കേരളത്തെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ ഈ പ്രതിസന്ധിയെ ഈ നാടിന് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്നാണ് അവർ ആശ്ചര്യപ്പെട്ടത്. നമുക്കത് ആശ്ചര്യമുള്ള കാര്യമല്ല, കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകത എന്താണ്? നമ്മുടെ നാടും നമ്മുടെ ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും. അതാണ് അസാധ്യം എന്ന് കരുതിയ പലതും സാധ്യമാക്കിയത്. നമ്മുടെ മുന്നിൽ അസാധ്യം എന്ന ഒരു വാക്കില്ല എന്നത് കേരളം തെളിയിക്കുകയായിരുന്നു. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. നാം ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാടിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ നാടിനെതിരെ നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ഒരു ഭാഗം പറയുന്നത് നമ്മുടെ നാട് വല്ലാത്ത കടക്കണിയിലാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കടക്കണിയിലാണോ? കോവിഡ് കാലത്ത് എല്ലായിടവും വിഷമമുണ്ടായിരുന്നു. ആ വിഷമം നമ്മളും പങ്കിട്ടിരുന്നു. എന്നാൽ കോവിഡിന് ശേഷമുള്ള അവസ്ഥ നോക്കിയാൽ നാം നല്ല രീതിയിൽ പുരോഗതി ആർജിക്കുന്നതാണ് കാണാൻ സാധിക്കുക.